ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലുകളിൽ ഒന്നായ MSC ഐറീന കഴിഞ്ഞ ദിവസം നമ്മുടെ കേരളത്തിൽ ഉള്ള വിഴിഞ്ഞം തുറമുഖത്തിൽ എത്തിയത് നമ്മളെല്ലാവരും കണ്ടതാണല്ലേ. വലിയ കപ്പലുകൾ അടുക്കാൻ സാധിക്കുന്ന ഒരു ട്രാൻസ്ഷിപ്മെന്റ് പോർട്ടാണ് നമ്മുടെ സ്വന്തം കൊച്ചു കേരളത്തിലെ ഈ വിഴിഞ്ഞത്തുള്ളത്. ഇന്ത്യക്ക് ഇതുവരെ ഡീപ്പ് വാട്ടർ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട് ഇല്ലാതിരുന്നത് രാജ്യത്തെ സമ്പദ് വ്യവസ്ഥതയ്ക്കും അതേപോലെ തന്നെ വാണിജ്യ പ്രതീക്ഷകൾക്കൊക്കെ വളരെ ദൗർബല്യമായ ഒരു കാര്യമായിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ ചരക്കുകളുടെ ഏകദേശം 75% വരുന്ന സാധനങ്ങൾ സിംഗപ്പൂര്, കൊളംബോ, ദുബായ് തുടങ്ങിയ വിദേശ തുറമുഖങ്ങളിലൂടെയാണ് ട്രാൻസ്ഷിപ്മെന്റ് ചെയ്തുകൊണ്ടിരുന്നത്. അദാനി വിഴിഞ്ഞം തുറമുഖം വന്നതോടുകൂടി ഇന്ത്യയുടെ കടൽ വാണിജ്യം വർദ്ധിക്കുകയും വിദേശ ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബുകളെ ആശ്രയിക്കേണ്ടതിന്റെ ആവശ്യകത കുറയുകയും ചെയ്തു. 750-ലധികം വരുന്ന ആളുകൾക്കുള്ള ജോലി സാധ്യതയാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ക്രെയിനുകളും അതേപോലെ തന്നെ ഓട്ടോമേറ്റഡ് വാഹനങ്ങളും ഒക്കെയുള്ള വിഴിഞ്ഞം എന്ന് പറയുന്ന ഈ ഒരു തുറമുഖം ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സെമി ഓട്ടോമേറ്റഡ് കണ്ടെയ്നർ ടെർമിനൽ ആണെന്ന് നമുക്ക് പറയാം. തദ്ദേശീയരായ 9 സ്ത്രീകൾ ഇവിടെ ക്രെയിനുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് സ്ത്രീകൾ ഈ മേഖലയിൽ ജോലി ചെയ്യുന്നത്. ഇന്റർനാഷണൽ ഷിപ്പിംഗ് റൂട്ടിൽ നിന്നും കേവലം 10 നോട്ടിക്കൽ മൈൽ ദൂരം മാത്രം സ്ഥിതി ചെയ്യുന്ന വിഴിഞ്ഞം തുറമുഖത്തേക്ക് വലിയ കപ്പലുകൾക്ക് അധികം ദൂരം വഴിമാറി സഞ്ചരിക്കാതെ തന്നെ എത്താൻ സാധിക്കും എന്നതാണ് ഇവിടുത്തെ പ്രധാന ഹൈലൈറ്റ്. ശ്രീ ഗൗതം അദാനിയുടെ നേതൃത്വത്തിലുള്ള അദാനി ഗ്രൂപ്പിന്റെയും കേരള സർക്കാരിന്റെയും സംയുക്ത പദ്ധതിയാണ് വിഴിഞ്ഞം തുറമുഖം.